ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈത്തപ്പഴവും നാരങ്ങയും കൊണ്ടുള്ള ഒരു അച്ചാർ പരിചയപ്പെടാം. അതിന് ഞാൻ കുരു കളഞ്ഞ നല്ല പഴുത്ത ഈത്തപ്പഴമാണ് എടുത്തു വച്ചിരിക്കുന്നത്. നാരങ്ങയുടെ തൊലി കളഞ്ഞ് അരിഞ്ഞ് വെച്ചത്, 4-5 അല്ലി വെളുത്തുള്ളി നുറുക്കിയത്, ചെറിയ പീസ് ഇഞ്ചി നുറുക്കിയത്, കുറച്ച് കറിവേപ്പില. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെക്കാം. ആവശ്യത്തിന് ഓയിൽ അതിലേക്ക് ഒഴിക്കാം. ഓയിലൊന്ന് ചൂടായി വരുമ്പോൾ നമുക്ക് ഒരു നുള്ളു ഉലുവ ആ ഓയിലിലേക്ക് ഇടാം. ഉലുവ ഒന്ന് പൊട്ടിക്കഴിയുമ്പോൾ ഒരു നുള്ളു കടുക് ചേർക്കാം. ഇനി നമുക്ക് 2 വറ്റൽ മുളക് ചേർക്കാം. ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി ചേർക്കാം. അതിനുശേഷം നീളത്തിൽ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ചേർക്കാം. വെളുത്തുള്ളിയും ഇഞ്ചിയും നല്ലതുപോലെ മൂത്ത് വരുന്നത് വരെ ഒന്ന് ചെറുതായി ഇളക്കാം. നീളത്തിൽ കീറിയ 4 പച്ചമുളകാണ് ചേർത്തത്. അതിനുശേഷം കുറച്ച് കറിവേപ്പില കൂടി ചേർക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് നല്ലൊരു മണം വരുമ്പോൾ നമുക്ക് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കാം. ഈ സമയം ഫ്ലെയിം ഓഫാക്കിയിരിക്കണം. മഞ്ഞൾപ്പൊടി ചേർത്തതിന് ശേഷം അതിലേക്ക് ആവശ്യമായ മുളക് പൊടി ചേർക്കാം. ഞാൻ ഇതിന് 1 സ്പൂൺ മുളക് പൊടിയാണ് ചേർത്തത്. കരിഞ്ഞു പോകാതിരിക്കാനാണ് ഫ്ലെയിം ഓഫാക്കാൻ പറഞ്ഞത്. ഇനി നമുക്ക് അതിലേക്ക് തൊലി കട്ട് ചെയ്ത് വെച്ചിരുന്ന നാരങ്ങ, ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന നാരങ്ങ ചേർക്കാം. നാരങ്ങ ചെറുതായി ഒന്ന് വഴന്നു വരുന്നത് വരെ ഇളക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പരലുപ്പ് ചേർക്കാം. പരലുപ്പിൻ്റെ പ്രത്യേകത അറിയാമല്ലോ, നല്ല ടേസ്റ്റാണ് അച്ചാറിനൊക്കെ പരലുപ്പ് ചേർത്താൽ. അങ്ങനെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമുക്ക് മെയിൻ ഇൻഗ്രീഡിയൻസായ ഈത്തപ്പഴം അതിലേക്ക് ചേർക്കാം. ഈ ഈത്തപ്പഴം അടുത്തുള്ള ഒരു വീട്ടിൽ നിന്നും പനയിൽ നിന്നും ഫ്രഷായിട്ട് പറിച്ചു തന്നതാണ്. രാത്രിയിലാണ് ഞാൻ ഈ വീഡിയോ എടുത്തത്. ഇനി നമുക്ക് ഫ്ലെയിം കുറച്ച് വെച്ച് ഒന്ന് എണ്ണ തെളിയും വരെ വഴറ്റിയെടുക്കാം. ഇനി നമുക്ക് കുറച്ച് കായം ചേർക്കാം. കായത്തിൻ്റെ പൊടിയാണ് ചേർക്കുന്നത്. കായത്തിൻ്റെ പൊടി ചേർത്തതിന് ശേഷം കുറച്ച് വിനാഗിരി ചേർക്കാം. ഒരു 2-3 സ്പൂണോളം വിനാഗിരി ചേർത്തിട്ടുണ്ട്. എല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കാം. അച്ചാറിൻ്റെ പരുവം ഇതുപോലെ ആയി വരുമ്പോൾ നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. കാണുമ്പോൾ തന്നെ വായിൽ വെള്ളമൂറും. ഒരു പാത്രത്തിലേക്ക് കുറച്ച് അച്ചാർ എടുക്കാം. ഇത് ഇപ്പോൾ തന്നെ കഴിച്ചു തീർക്കും, അത്രയ്ക്ക് ടേസ്റ്റാണ്. ചെറിയ മധുരവും പുളിപ്പും എരിവും കായത്തിൻ്റെ സ്മെല്ലും എല്ലാം കൂടി നല്ലൊരു ടേസ്റ്റാണ്. വെറുതെ കഴിക്കാനും ഇത് നല്ലതാണ്. അങ്ങനെ സ്വാദിഷ്ടമായ ഈത്തപ്പഴ നാരങ്ങ അച്ചാർ ഇവിടെ റെഡി ആയിരിക്കുകയാണ്. ഇനി നമുക്കത് ആറിയതിന് ശേഷം ഒരു കുപ്പിയിലേക്ക് ഇട്ട് വെക്കാം. ചില്ലിൻ്റെ കുപ്പിയാണെങ്കിൽ കുറേ നാൾ കേടുകൂടാതെ ഇരിക്കും. ഇനി പഴുത്ത ഈത്തപ്പഴം വീട്ടിലില്ലെങ്കിൽ ഉണങ്ങിയ ഈത്തപ്പഴം കിട്ടുന്ന സമയത്ത് കുറച്ച് വെള്ളത്തിലിട്ട് കുതിർത്ത് വെച്ചതിന് ശേഷം ഇട്ടാൽ ഇങ്ങനെ തന്നെ ഇരിക്കും. അങ്ങനെ ഇഷ്ടപ്പെട്ടവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. സാൾട്ടഡ് ബട്ടർ സൗദി കിച്ചൻ ചാനലിലെ ഫോളോ ചെയ്യുക. പെട്ടെന്നുള്ള റെസിപ്പികൾക്കായി സാൾട്ടഡ് ബട്ടർ സൗദി കിച്ചൻ ഫോളോ ചെയ്യുക.